ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പയുടെയും മമ്മിയുടെയും 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു നവംബർ 28. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. എനിവേ ഞങ്ങളിതാ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോണ വഴിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 11:30 കൂടിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ പോകുന്ന സ്ഥലത്ത് 2:30-ക്കാണ് നമുക്ക് ചെക്ക് ഇൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊരു 11:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം പോയപ്പോൾ തൊട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് മഴ പെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കാര്യമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു മഴ ആയതുകൊണ്ട് എന്തായാലും ലേറ്റ് ആയിട്ടല്ലേ എത്തുള്ളൂ, അപ്പോൾ ലഞ്ചും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പമ്പിൻ്റെ അവിടെ കയറിയിട്ട് എല്ലാവരും ലഞ്ച് കഴിച്ചു. നമ്മുടെ ആമൂസിന് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ചെയറുണ്ട്, അതിനകത്ത് നമ്മുടെ ആമൂസിന് ഇരുത്തിയിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. ആമൂസ് ഓൾറെഡി ഫുഡ് കഴിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്ന് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവുമല്ലോ ഫുഡിന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ച ലഞ്ച് എന്തായാലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ലഞ്ചിൽ എന്തൊക്കെയാ വെച്ചാൽ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മോരുകറി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ഇനി നിങ്ങൾ കാണുന്ന സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങടാ പോണേന്നുള്ളത്. ഗായ്സ്, ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ കുട്ടമ്പുഴ പാലം. കുട്ടമ്പുഴ പാലം കഴിഞ്ഞിട്ട് കുട്ടമ്പുഴ ടൗൺ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കോതമംഗലത്തിൻ്റെ തൊട്ടടുത്തുള്ള കോതമംഗലത്തിൽ നിന്ന് 35 കിലോമീറ്ററാണ് നമ്മൾ പോകുന്ന ഈ അടിപൊളി കിഡ്ലൻ പ്ലേസിലേക്കുള്ളത്. മാമലക്കണ്ടം എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്. പോകുന്ന വഴിയിൽ തട്ടേക്കാട് പക്ഷി സങ്കേതം ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. ഇനിയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള 2 സൈഡിലും ഫോറസ്റ്റ് ആയിട്ടുള്ള കിഡിലൻ സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ഈ മാമലക്കണ്ടത്തേക്ക് പോകാൻ 2 റൂട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ റൂട്ടിൽ കൂടെയാണ് വന്നത്. അപ്പോൾ ഈ കൊല്ലം ഇതിൽ തന്നെ പോവാം. മമ്മിയും പപ്പയാണെങ്കിലും ജോബിൻ ചേട്ടനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഇതിലേ വന്നിട്ടില്ല. ഞാനും പിക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കും കൂടി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അപ്പോൾ 2 സൈഡിലും ഫോറസ്റ്റാണ്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷേ ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ 2 വീലറിലായതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് ഓപ്പോസിറ്റ് വേറൊരു വണ്ടി വരികയാണെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇതിലെയുള്ള യാത്ര ശരിക്കും നല്ല ടാസ്ക്കായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ നിർത്തിയെടുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും 2 സൈഡിലെയും വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. നമുക്ക് 2:30-ക്കാണ് ചെക്ക് ഇൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയം. എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോൾ നന്നായിട്ട് ലേറ്റ് ആവും. ഞാൻ പറഞ്ഞ പോലെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് തന്നെ കുറേ സ്ഥലത്ത് നമുക്ക് നിർത്തി എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വണ്ടി. അതുപോലെ തന്നെ മഴയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടാസ്ക് ആയിരുന്നു അവിടെ എത്താനായിട്ട്. നമ്മൾ വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ എത്തിയത്. വൈകുന്നേരത്തെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കവിടെ റിവർ ബാത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ നാച്ചുറൽ സ്പാ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എലിഫൻറ്റ് വാച്ചിങ് ആണ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. പിന്നെ വൈകുന്നേരത്തെ ഡിന്നർ, അതായിരുന്നു വൈകുന്നേരത്തെ പരിപാടി. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പോണ വഴിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലനാണ് കേട്ടോ. ഇതിനെ ശരിക്കും യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നല്ല അടിപൊളിയായിരുന്നു. കാരണം ക്ലൈമറ്റും സൂപ്പർ തന്നെയായിരുന്നു. ചെറിയ ചെറിയ വീടുകളും 2 സൈഡിലും വെള്ളത്തിൻ്റെ സൗണ്ടും അതുപോലെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകാമെന്ന് പറയുമ്പോൾ അടിപൊളി തന്നെയല്ലേ.
നമ്മൾ വൈകുന്നേരത്തോടു കൂടി നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലോണം മഴ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വണ്ടികളൊക്കെ താഴെ പാർക്ക് ചെയ്ത ഒരു ജീപ്പിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണോടത്തേക്ക് കൊണ്ടുപോകാൻ. അങ്ങോട്ട് നമ്മുടെ വണ്ടിയൊന്നും പോവില്ല. അങ്ങനത്തെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. 2 ബെഡ്റൂം, ഒരു ഓപ്പൺ കിച്ചൺ ഹാള്, അതുപോലെ തന്നെ 2 റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്നു. റിവറാണ് നമ്മുടെ ഈ നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ കിഡിലൻ വ്യൂ തന്നെയാണ് കേട്ടോ ഫ്രണ്ടിൽ റിവർ ഉള്ളതുകൊണ്ട്. ആ റിവറിൻ്റെ മേളിൽ കൂടിയാണ് നമ്മൾ ജീപ്പിൽ ഇങ്ങോട്ട് വന്നത്. ആ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമുക്ക് കുക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഓൾറെഡി ഫുഡ് പറഞ്ഞിട്ടുള്ള കാരണം അവർ നമുക്ക് വൈകുന്നേരത്തെ ഡിന്നർ കൊണ്ടുതരും. പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഗ്രില്ല് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഗ്രില്ലിങ് ഫെസിലിറ്റി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്ത് മഴയായത് കാരണം അത് കുറച്ച് ടാസ്ക്കാന്ന് വിചാരിച്ചു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആമൂസ് അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി പപ്പയുടെയും മമ്മിയുടെയും 30ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് പോയാലോ. That make our hearts meet. It's like I can hardly breathe when you say my name. I know we've waited and we've prayed, and here we are. അങ്ങനെ ഗൈസ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. നമ്മുടെ ഫുഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല റിവറിൻ്റെ മേളിൽ കൂടെ വേണം. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ചെയ്യണത്. വണ്ടിയിൽ വേണമെന്ന് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട്, വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടി മഴയായതുകൊണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞ് പഴയ കാര്യങ്ങളും പപ്പയുടെ മമ്മിയുടെയും കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ, അതിനിടയ്ക്ക് പിക്കുവിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ടുള്ളൊരു വൈബായിരുന്നു കേട്ടോ അത്. നമ്മുടെ ആമൂസ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആമൂസാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ക്ലൈമറ്റ് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് തന്നെ അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നിട്ട് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിനി എന്താ പറയുക ട്രക്കിങ്ങിന് പോകണം. അതിന് മുമ്പ് നമ്മൾ വിചാരിച്ചു ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്കത് ഗ്രില്ല് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ്. അവരിത് അതിനുള്ള ഐറ്റംസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്താണ് ഗ്രില്ല് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴയായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. അപ്പോൾ ചിക്കനും കാര്യങ്ങളും കൊണ്ടുവന്ന് മസാല അവർ തന്നെ കൊണ്ടുവന്ന് തന്നു. നമ്മൾ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഗ്രില്ല് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കണ്ടിട്ട് വായോ കേട്ടോ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ മഴയൊക്കെ മാറിയെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഗ്രില്ലിങ് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടി ഗ്രില്ലൊക്കെ ചെയ്ത് വൈബായിട്ടിരുന്നു ഗായ്സ്. കൺമണി മാറു തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായിക്കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി ആഴിത്തീരമാല
അച്ഛൻ്റെ മോളാരാരോ അമ്മയ്ക്കു നീത്തനല്ലേ ആയിരം വല്ലി പൂവല്ലേ അമ്മയ്ക്കു നീത്തനല്ലേ ആയിരം വല്ലി പൂവല്ലേ ആരാരോ ആരിരാരോ അച്ഛൻ്റെ മോളാരാരോ. അങ്ങനെ എല്ലാവരും പാടണ കണ്ടപ്പോൾ നമ്മുടെ ആമൂസും കൂടി പാട്ട് പാടാൻ വിചാരിച്ചതാ. ഇനി ആമൂസിൻ്റെ പാട്ടാണ് ഗൈസ്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മളിനി അത് കഴിച്ചിട്ട് ഫുഡ് നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. ഡിന്നറിന് ചപ്പാത്തിയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേക്കും നമ്മുടെ ജീപ്പ് വന്നു ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ എലിഫൻറ്റ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു 3-3.5 കിലോമീറ്ററാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സേഫായിട്ടുള്ള റോഡാണ്, കുഴപ്പമൊന്നുമില്ല. ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ ആനകളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വൈകുന്നേരത്തെ ട്രക്കിംഗ് ആയിരുന്നു, അല്ലാണ്ട് ഓഫ് റോഡ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ ആമൂസ് അപ്പോഴേക്കും ഉറങ്ങി തുടങ്ങി. എന്നാലും എന്താ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഈ ഫോറസ്റ്റിൽ കൂടെ പോകാമെന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഫോറസ്റ്റ് പോലെ തന്നെയാണ്, 2 സൈഡിലും ഫോറസ്റ്റ്, പക്ഷെ കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ എന്തെല്ലാം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ റോഡ് അത്യാവശ്യം ക്ലിയറൊക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ എലിഫൻറ്റിനെ കണ്ട സമയത്ത് ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മാക്കിയിട്ടാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു. ചെറിയ മഴയും, അതിൻ്റെ കൂടെ മഴയുണ്ടായിരുന്നു. മഴ ചെയ്തുകൊണ്ട് ചാൻസ് കുറവാണ് കാണാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മൾ കണ്ടു ഗൈസ്. ഇതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ അകലേന്നാണ് കേട്ടോ കണ്ടത്, അടുത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ക്രോസ് ചെയ്യണതാണ് നമ്മൾ കണ്ടത്. അങ്ങനത്തെ ഈ ക്രോസ് ചെയ്യണതൊക്കെ കണ്ട് നമ്മൾ അപ്പോൾ വൈകുന്നേരത്തെ ട്രക്കിങ് നമ്മുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാവിലെ അവരൊരു 5:30 ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മളത് അവർ തിരിച്ച് നമ്മുടെ സ്റ്റേ ചെയ്യണോടെ തന്നെ കൊണ്ടാക്കി. നാളെ രാവിലെ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ റിവർ ഉണ്ടായിരുന്നു പറഞ്ഞു. റിവറിൻ്റെ മേളിൽ കൂടെയാണ് നമ്മുടെ ജീപ്പ് വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ റിവറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ജീപ്പ് നമ്മളോട് ടാറ്റ പറഞ്ഞ് പോയി. പിന്നെ നമുക്ക് വൈകുന്നേരം സുഖമായിട്ട് കിടന്നുറങ്ങാം. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 5:30 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡി ആയത് 7:30ക്കാണ് ഗൈസ്. അപ്പോഴേക്കും നമ്മുടെ വണ്ടിയൊക്കെ വന്ന് ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മുടെ മാമലക്കണ്ടത്തിൽ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ട്രക്കിങ്ങിന് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും ജസ്റ്റ് കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. ജീപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടാലോ. അങ്ങനെ ഗൈസ് നമ്മുടെ ട്രക്കിങ്ങിന് പോകാൻ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആമൂസും റെഡിയായി. പക്ഷേ ആമൂസ് ഉറങ്ങിപ്പോയിട്ടോ രാവിലെ തന്നെ. നമ്മുടെ ആമൂസിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. 4.5 മാസമായി കൊച്ച് ഇത്രയും വലിയ ഓഫ് റോഡ് ട്രക്കിങ്ങിന് പോവാണ്. നമ്മുടെ ആമൂസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവളെല്ലാം കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ചെറിയ മഴ തുടങ്ങി, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ജീപ്പിലാണ് ഓഫ് റോഡ് പോകാൻ പോണത്. 2 സ്ഥലങ്ങളിലേക്കാണ് നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോകുമ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മഴയൊന്നും മൈൻഡ് ചെയ്തില്ല, എന്നാലും നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ഇനിയാണ് ഗായ്സ് നമ്മൾ കുറേ വൈറലായിട്ട് നമ്മൾ യൂട്യൂബിലാണെങ്കിലും ടി വിയിലാണെങ്കിലും നമ്മുടെ എന്താ പറയുക ബുക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ വെള്ളച്ചാട്ടമുള്ള നമ്മുടെ മാമലക്കണ്ട ഹൈസ്കൂളാണ് നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കുറേ വൈറലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരിതാണ് കൊണ്ട് കാണിച്ചത്. ചെറിയൊരു വെള്ളച്ചാട്ടം അതിൻ്റെ ബാക്കിൽ കാണാനുണ്ട്. നല്ല കിഡിലൻ ക്ലൈമറ്റും കൂടിയായിരുന്നു. മഴയൊക്കെ മാറിയതിന് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മഴ പെയ്തു. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ട്രക്കിങ്ങിന് പോണത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളുടെ പേര് അഖിൽ എന്നാണ്. അപ്പോൾ അഖിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ അച്ചൂസി എന്നാണ് നമ്മൾ കഴിച്ചത്. നമ്മൾ കഴിച്ച ഫുഡ് പൊറോട്ടയും അതുപോലെ തന്നെ മുട്ടക്കറിയായിരുന്നു. അതിന് നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഓഫ് റോഡ് പോകുന്നതിനേക്കാളും മുമ്പ് ഒന്ന് ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. 2 സ്ഥലത്തേക്കാണ് നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത്. കിഡിലനാണ് കേട്ടോ. അപ്പോൾ ഈ മാമലക്കണ്ടം വരുന്നവർ എന്തായാലും ട്രക്കിങ് എടുക്കണം. മെയിനായിട്ട് ഇവിടേക്ക് ട്രക്കിങ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും. അല്ലാണ്ട് ഒത്തിരി സ്ഥലങ്ങളൊന്നും കാണാനില്ലെങ്കിലും നമുക്ക് ഇവിടെ എന്താ പറയുക സ്റ്റേ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ട്രക്കിങ്ങിന് പോകാനും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്ന വഴി ആദ്യമൊന്നും കുഴപ്പമില്ല. ഇനിയാണ് ഓഫ് റോഡ് വരുന്നത്. ഓഫ് റോഡ് വരുമ്പോൾ തൊട്ട് അടിപൊളിയാണ് കാണാനായിട്ട്. നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ ട്രക്കിങ്ങിന് പോകുന്നത് കേട്ടോ. ആ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് റിസ്ക്കി ആയിട്ടുള്ള യാത്രയായിരുന്നു അതെന്ന്. പക്ഷെ നമ്മുടെ ആമൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ റോഡ് കണ്ടോ.
അപ്പം ഗായ്സ് ദേ നമ്മൾ കൊയിനിപ്പാറ ഓഫ് റോഡ് കയറി വന്നതായി ഈ ഫോട്ടോ പോയിന്റ് കാണാനാണ്. കിഡിലൻ വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് താഴേക്ക് കാണാനായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിഡിലൻ വ്യൂ ആണ്. നല്ല ക്ലൈമറ്റും ആയതുകൊണ്ട് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ രണ്ടാമത് വന്ന ഓഫ് റോഡ് മുനിപ്പാറയായിരുന്നു. മുനിപ്പാറയിൽ മുനിയറയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പണ്ട് മുനിമാർ വന്ന് തപസ് ചെയ്ത മുനിയറയാണ്. ഇതുപോലെ തന്നെ ഇവിടെയും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നല്ല കിഡിലൻ സ്ഥലമാണ്. പക്ഷെ നമ്മൾ ആദ്യം പോയ കൊയിനിപ്പാറയിലാണ് ശരിക്കത്തെ ട്രക്കിങ്. ഒരു കല്ലിൻ്റെ മേളിലേക്ക് ഒരു കല്ല് എടുത്ത് വെച്ച പോലെ ജീപ്പ് പോകണമെന്ന് പറഞ്ഞാൽ കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇവിടെ വരുന്ന ഒരു മസ്റ്റായിട്ട് ഈ ട്രക്കിങ്ങിന് പോകണം. നിങ്ങളുടെ ലൈഫിൽ ശരിക്കും നല്ലൊരു കാര്യമായിരിക്കും അത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇനി ഞാൻ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. ഇതാണ് മുനിയറ. പണ്ട് മുനിമാർ തപസ് ചെയ്ത് ഇപ്പൊ ട്രൈബൽസ് ഒക്കെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് മഴ പെയ്യാനായിട്ട് എന്നാണ് പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനോട് ആമിക്കുട്ടീനെയും കുറേ ഫോട്ടോസ് എടുക്കണം. അപ്പോൾ അവൾ ഓരോ ഫോട്ടോസിനും വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല 2 ഓഫ് റോഡിൻ്റെ മേളിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കൊയിനിപ്പാറയും മുനിപ്പാറയാണ് പോയിട്ടുണ്ടായിരുന്നത്. രണ്ടും അടിപൊളിയായിരുന്നു. എറണാകുളം ജില്ലയിലെ ഏറ്റവും ടോപ്പിലാണ് 2700 അടി ഉയരത്തിലായിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. കിഡിലൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ മാമലക്കണ്ടം വരുന്നവർ എന്തായാലും ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണം, അടിപൊളിയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഞാൻ പറയില്ലേ റിവറിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ അവിടേക്ക്. അതാ ഇതിൻ്റെ മേളിൽ കൂടിയൊക്കെ ജീപ്പ് പോകുന്ന വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറേ നേരം റിവറിൽ കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി. ആമൂസിനെ ഒന്നും വെള്ളത്തിൽ ഇറക്കില്ല കേട്ടോ, ജസ്റ്റ് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പിന്നെ ആമൂസും മമ്മി ഇറങ്ങിയില്ല, ബാക്കി എല്ലാവരും വെള്ളത്തിലിറങ്ങി. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കുറേ നേരം ഈ വെള്ളത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കളിച്ച് അർമാദിച്ച് രസിച്ചു ഗൈസ്. നമ്മൾ നൈറ്റ് വന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അവർക്ക് വരാനായിട്ട് പാടായിരുന്നു, കാരണം ഈ റിവർ കടന്നിട്ട് വേണമല്ലോ വരാനായിട്ട്. അപ്പോൾ അവർ വേറെ റൂട്ടിൽ കൂടിയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴല്ല ഇന്ന് രാവിലത്തെ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചു വരാൻ നമ്മുടെ വീടിൻ്റെ, അതായത് നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ പുറകിൽ കൂടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ റൂട്ടിൽ കൂടെയാണ് അവരും വന്നത്. ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൽ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഞങ്ങൾ 2 വർഷം മുമ്പ് വന്നപ്പോൾ ഭയങ്കര വെള്ളമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം മീനൊക്കെ പിടിച്ച് കളിച്ചു. അപ്പോഴത്തേക്കും ഈ ഒരു ജീപ്പ് വരുന്നുണ്ട്. അടുത്ത ഹോം സ്റ്റേയിലെ ആൾക്കാരെ, നമ്മുടെ തൊട്ടപ്പോൾ തന്നെ വേറെ ഹോം സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാ നോക്കിയേ ഈ ജീപ്പ് വരുന്നത്. എന്ത് റിസ്കി അല്ല വരുന്നത്, പക്ഷെ ജീപ്പ് മാത്രമേ ഇങ്ങനെ പോവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കുറേ ട്രക്കിങ്ങിന് ആൾക്കാരുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രിപ്പൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ബുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാക്കേജ് എടുക്കണേക്കാളും നല്ലത് നിങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഓഫ് റോഡിന് കുറേ പേര് വഴിയിൽ നിൽക്കുന്നുണ്ടാവും ഓഫ് റോഡിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പോൾ അവർ നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടും ഹോം സ്റ്റേ ആണെങ്കിലും റിസോർട്ടാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പാക്കിങ് എടുക്കണേക്കാളും എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾ പാക്കേജ് ആകുമ്പോൾ എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷെ അത് ഭയങ്കര എമൗണ്ടിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട് നമ്മൾ പാക്കേജ് എടുക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ എപ്പോഴും ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ റിസോർട്ടാണെങ്കിലും അല്ലെങ്കിൽ ട്രക്കിംഗ് ആണെങ്കിലൊക്കെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതുപോലെ ഇവിടെ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് പോകേണ്ടതാണ് നമ്മുടെ ട്രക്കിംഗ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് ആ ജീപ്പ് പോയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് നമ്മുടെ മാമലക്കണ്ടം. അതുപോലെ തന്നെ ട്രക്കിംഗ് എക്സ്പീരിയൻസും നൈസായിരുന്നു. പിന്നെ മഴയൊക്കെ കൂടിയതുകൊണ്ട് ഞങ്ങൾ ശരിക്കും നേരെ മൂന്നാർക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മഴയൊക്കെ കൂടിയതുകൊണ്ട് പിന്നെ അത്
മാറ്റി വെച്ചു. ഞങ്ങളിത് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. നമ്മളിത് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്ത് നിന്ന് പോവാണ് ഗൈസ്. നമുക്ക് പോകാനുള്ള ജീപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ കാറിൻ്റെ അവിടെ ജീപ്പ് കൊണ്ടാക്കും. അപ്പോൾ ടാറ്റാ. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസ്, ഓൾറെഡി എൻ്റെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളതാണ്. ഞാനവിടെ ഇറങ്ങിയൊന്നുമില്ല, മഴയായതുകൊണ്ട് ജസ്റ്റ് വീഡിയോ മാത്രം പിക്ക് പോയി എടുത്തു. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് വീഡിയോ മാത്രം ഇപ്പോൾ എടുത്തുള്ളൂ. ഞങ്ങൾ ഇറങ്ങാൻ നിന്നില്ലേ, നല്ല മഴയല്ലേ. പിന്നെ അതുപോലെ ഈ വരുന്ന വഴി കിഡ്ലനായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ വഴി ഞാൻ കുറച്ചധികം നിങ്ങൾക്ക് കാണിച്ചു തരാം. മഴയത്ത് ആ ക്ലൈമറ്റിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ എന്തായാലും മറക്കരുത്. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ.